ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവിടെ അഷ്ടമത്തിലായിരുന്നു നമ്മുടെ ശനി നിന്നത്. അത് 9ലേക്ക് പോയി. ആ 9ാം ഭാവത്തിൽ നിന്നിരുന്ന രാഹു നമുക്ക് അഷ്ടമത്തിലും വന്നു. വ്യാഴമാണെങ്കിൽ 11ൽ നിന്നിരുന്ന വ്യാഴം 12ലേക്ക് വന്നു. അതൊരു മോശസ്ഥാനാണ്. അപ്പോൾ ഈ ഗോചരാണ് ഇതൊക്കെ പറയുന്നത്. ഈ ഗോചരാവസ്ഥയിൽ ആയില്യ നക്ഷത്രക്കാരും പിന്നെ നമ്മുടെ വയസ്സ്, നമ്മുടെ ഗ്രഹനില, അതായത് ജാതകത്തിൽ നിങ്ങൾക്ക് ദശയും അന്തർദശയും ഒക്കെ മാറ്റമുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. പക്ഷെ ഇത് ഗോചരാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രഹങ്ങളൊക്കെ മാറുകയാണല്ലോ. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ആയില്യ നക്ഷത്രക്കാർ ഇപ്പോൾ രാഹു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ രോഗങ്ങളെ ഉണ്ടെങ്കിലും പുറത്തേക്ക് പോകാനും വിദേശ ഭാവത്തേക്ക് പോകാനൊക്കെ നമുക്ക് പറ്റും. എന്നുവെച്ചാൽ രാഹു അവിടെ പോയിട്ട് വിദേശത്ത് പോയി ഇത്തിരി കഷ്ടത ഉണ്ടാക്കും, എന്നാലും നമുക്ക് അവിടെ എത്താൻ സാധിക്കും. പിന്നെ നമ്മൾ അവിടെ പിടിച്ചു നിന്നാൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരാനൊക്കെ സാധിക്കും. അങ്ങനെ 9ാം ഭാവത്തിൽ നമ്മുടെ ശനി നിൽക്കുന്നു. ആ ശനി മീനൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെ തരും നന്നായിട്ട്. നമ്മളെ ഉപാസനയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്താൽ ആ ജ്ഞാനം നന്നായിട്ട് വരും. ഇതൊക്കെ ചെയ്യും. പിന്നെ 2ാം ഭാവത്തിൽ കേതുവാണ് വരിക. 2ലേക്ക് കേതു മാറ്റാണ്. അപ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആർക്ക് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ആയില്യ നക്ഷത്രക്കാർ അല്ലെങ്കിൽ പൊതുവെ ഇത്തിരി ദേഷ്യം കൂടിയവരാണ്. അപ്പോൾ 2ാം ഭാവത്തിൽ കേതും കൂടി, അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലും കൂടി ആവുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടോ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നോ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ട് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കും. അത് രാഹു അഷ്ടമമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. കേസ്, കോടതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണിത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വക്കീലിനെ കണ്ട് അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാകുന്ന ദോഷം തന്നെ നമുക്ക് ഈ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ ഇപ്പോൾ വീരഭദ്രൻ, കരിങ്കുട്ടി, വിഷ്ണുമായ അങ്ങനെയൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ ആ ശൈവമായ ശക്തികളെ പ്രാർത്ഥിച്ച ഏറ്റവും നല്ല ഗുണങ്ങൾ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 2ാം ഭാവത്തിലും രാഹുവും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് വല്ല ബ്ലോക്കുകളും നമ്മുടെ വ്യവസായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ കുടുംബക്ഷേത്രത്തിലുള്ള ദേവതകളെ, അവരൊക്കെ പ്രത്യക്ഷ ദേവതകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നന്നായിട്ട് പ്രാർത്ഥിച്ചാലും അവരുടെ വർഷത്തിൽ എന്തൊക്കെ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആചാരപൂർവ്വം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരും. ആയില്യ നക്ഷത്രക്കാർ ഈ ഒരു വർഷം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഈ കോടതി വ്യവഹാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും നന്നായിട്ട് വക്കീലിനെയൊക്കെ കണ്ട് കൺസൾട്ട് ചെയ്ത് അത് കൊണ്ട് നടക്കണം. അതാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷമുള്ളത്.